നമ്മൾ ചെറിയൊരു കുക്കിംഗ് ആണിന്ന് ചെയ്യുന്നത്. നമുക്ക് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചു. അങ്ങനെ റൈസ് ശരിയായില്ല, ആദ്യമേ പറയാമല്ലോ. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി. അത് ഒരു കാസ്റ്റ് അയൺ പാനിൽ, പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു കാസ്റ്റ് അയൺ പാനിലാണ് അത് ചിക്കൻ കറി ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നന്നായിട്ട് ചിക്കൻ വേവുകയും ചെയ്തു, നല്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി ചിക്കൻ എടുത്തിട്ട് നമ്മൾ മുട്ടയിൽ മുക്കണം, പിന്നെ ഓട്സിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. അതും ഞാൻ ഈ കാസ്റ്റ് അയൺ പാനിലാണൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അതും നല്ല രീതിയിൽ എനിക്ക് കിട്ടി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി, നല്ലതായിട്ട് വെന്തു, ചിക്കൻ നല്ലതായിട്ട് വേവുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പം ഈ ഒരു പാൻ വാങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടി, നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ അങ്ങനെ ചിക്കനും റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാമായിട്ട് നമ്മൾ അടിപൊളി ഒരു ഫുഡ് ഇവിടെ കഴിച്ചു.